നമസ്കാരം. ഇന്ന് ഈ നവരാത്രി ദിനങ്ങളിൽ എല്ലാവരും കേൾക്കേണ്ട കഥയാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. നവരാത്രി വ്രതങ്ങൾ എടുക്കുന്നവർ തീർച്ചയായും ഈ കഥകൾ കേൾക്കണം. നവരാത്രി എന്നത് മഹിഷാസുരനെ വധിക്കാനായി ദേവി 9 രൂപങ്ങളിൽ പ്രത്യക്ഷയായ ദിവസങ്ങളാണ് എന്ന് ഐതിഹ്യം എല്ലാവർക്കും അറിയാം. എന്നാൽ ഞാൻ ഇന്ന് മഹിഷാസുരൻ്റെ പൂർവ്വജന്മ കഥകളും ദേവിയുടെ പൂർവ്വജന്മ കഥയുമാണ് പറയുന്നത്. ഇതിനു മുമ്പ് ആദ്യം അറിയേണ്ടത് അസുര രാജാവായ രംഭൻ്റെ കഥയാണ്. രംഭന് ഒരു അതിശക്തിമാനായ ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ രംഭനും തൻ്റെ സഹോദരനായ കരംഭനും ചേർന്ന് ഒരു മഹായാഗത്തിൽ ഏർപ്പെടുകയാണ്. എന്നാൽ ഈ യാഗം കഴിഞ്ഞ് ഒരു കുട്ടി അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ അത് ദേവലോകത്തിന് മുഴുവൻ നാശം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ആ യാഗത്തെ തടയുവാനായി തീരുമാനിക്കുകയാണ്. കരംഭൻ ഒരിക്കൽ കുളിക്കാനായി ജലത്തിൽ മുങ്ങിയ സമയത്ത് ദേവേന്ദ്രൻ ഒരു മുതലയുടെ രൂപത്തിൽ വന്ന് കരംഭനെ വധിക്കുകയുണ്ടായി. എന്നാൽ രംഭനെ വധിക്കാൻ സാധിക്കാത്തതിനാൽ ആ യാഗം തുടർന്ന് നടക്കുകയും വരം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ വരം ലഭിച്ച് സന്തോഷത്തോടുകൂടി തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിയ രംഭൻ അവിടെ വെച്ച് ശാപം കാരണം എരുമയുടെ രൂപം സ്വീകരിക്കേണ്ടി വന്ന ശ്യാമളയെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ രംഭൻ തൻ്റെ മായാശക്തിയാൽ ഒരു എരുമയുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് ശ്യാമയെ വിവാഹം കഴിക്കുകയാണ്. ഇതിനുശേഷം മറ്റൊരു എരുമ രംഭനെ കൊമ്പുകൊണ്ട് കുത്തി വധിക്കുകയും ഉണ്ടായി. അതിൽ ദുഃഖിതയായ ശ്യാമ രംഭൻ്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ ചിതയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതാണ് മഹിഷാസുരൻ എന്ന കുഞ്ഞ്. ആ കുഞ്ഞിന് എരുമയായി മാറാനും ഏത് ജീവിയായി മാറാനുമുള്ള ശക്തിയും ധാരാളം ശക്തിവിശേഷങ്ങളും ലഭിച്ചു. അങ്ങനെ ആ കുഞ്ഞ് ധാരാളം യുഗങ്ങളോളം തപസ്സനുഷ്ഠിക്കുകയാണ്. തപസ്സിൽ ബ്രഹ്മദേവൻ സന്തുഷ്ടനായി മഹിഷാസുരന് എന്ത് വരമാണ് ലഭിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. മഹിഷാസുരൻ ഇങ്ങനെയാണ് പറയുന്നത്: എന്നെ വധിക്കുവാൻ ഒരു പുരുഷനും ഒരു ദേവനും സാധിക്കരുത്. ആ വരം ബ്രഹ്മദേവൻ കൊടുക്കുകയുമാണ് ചെയ്തത്. മഹിഷാസുരൻ ഇങ്ങനെയൊരു വരം ചോദിക്കുവാനുള്ള കാരണം ഒരു സ്ത്രീക്കും തന്നെ കൊല്ലാനാകില്ല എന്ന ആത്മവിശ്വാസം കൊണ്ടാണ്. എന്നാൽ മഹിഷാസുരനാകട്ടെ വരം ലഭിച്ചതിന് ശേഷം തനിക്ക് മരണമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദേവലോകവും എല്ലാം പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ ദേവന്മാർ ആകെ ബുദ്ധിമുട്ടിലാവുകയാണ്. തങ്ങളുടെ പരാതികളുമായി ത്രിമൂർത്തികളെ അവർ ചെന്ന് കാണുകയാണ്. തങ്ങളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന ദുഃഖത്തോടെ ഇരിക്കുമ്പോഴാണ് ഇവർ 3 പേരും തങ്ങളുടെ ശക്തികൾ കൂട്ടിച്ചേർത്ത് ഒരു കുഞ്ഞിനെ, ഒരു പെൺകുട്ടിയെ ജനിപ്പിക്കുവാനായി തീരുമാനിച്ചത്. അങ്ങനെ ഇവരുടെ 3 പേരുടെയും ശക്തികൾ കൊണ്ടാണ് ദുർഗാദേവി ജനിച്ചത്. എന്നാൽ അതിശക്തിമാനായും ഏത് രൂപത്തിലേക്കും മാറാനും സാധിക്കാവുന്ന മഹിഷാസുരനെ ഒരു ദിവസം കൊണ്ടൊന്നും ദുർഗാദേവിക്ക് കൊല്ലാനായി സാധിച്ചില്ല. അങ്ങനെ ദുർഗാദേവി 9 ദിവസമെടുത്താണ് മഹിഷാസുരനെ വധിച്ചത്. 9 ദിവസവും ഓരോ രൂപങ്ങൾ മഹിഷാസുരൻ സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ ദേവിയും ഓരോ രൂപങ്ങൾ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ ആദ്യത്തെ ദിവസം ശൈലപുത്രിയായാണ് ദേവി അവതരിക്കുന്നത്. സതീദേവിയുടെ മരണത്തിന് ശേഷം ശിവൻ ധാരാളം വർഷങ്ങളോളം തപസ്സനുഷ്ഠിക്കുകയാണ്. എന്നാൽ സതീദേവിയുടെ പുനർജന്മമായ പാർവതീദേവി പുനർജനിക്കുകയാണ്. ഹിമവാന്റെ പുത്രിയായാണ് പാർവതീദേവി പുനർജനിക്കുന്നത്. അതിനാൽ ദേവിയുടെ ആദ്യ രൂപമായതിനാൽ ആദ്യ ദിവസം തന്നെ ശൈലപുത്രിയായാണ് ആരാധിക്കുന്നത്. അടുത്ത ദിവസം, 2ാമത്തെ ദിവസം ബ്രഹ്മചാരിണി ദേവിയായിട്ടാണ്. ശിവനെ ലഭിക്കുവാനായി തപസ് ചെയ്ത് അതികഠിനമായ തപസ് ചെയ്ത രൂപമായതിനാലാണ് ബ്രഹ്മചാരിണി ദേവി എന്ന നാമം ദേവിക്ക് ലഭിച്ചത്. 3ാമത്തെ ദിവസം ചന്ദ്രഘണ്ഠ എന്ന രൂപത്തിലാണ് ആരാധിക്കുന്നത്. വിവാഹത്തിന് ശേഷം ചന്ദ്രനെ തൻ്റെ നെറ്റിയിൽ സ്ഥാപിച്ചതിനാലാണ് ഇത്തരമൊരു നാമം ദേവിക്ക് ലഭിച്ചത്. 4ാമത്തെ ദിവസം കൂഷ്മാണ്ഡ എന്ന നാമത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. 8 കൈകളോട് കൂടിയ ഒരു രൂപമാണിത്. 5ാമത്തെ ദിവസം സ്കന്ദമാതയായാണ് ആരാധിക്കുന്നത്. സ്കന്ദമാത എന്നാൽ സ്കന്ദൻ്റെ മാതാവായുള്ള രൂപമാണിത്. 6ാമത്തെ ദിവസം കാർത്യായനി എന്ന രൂപത്തിലാണ് ആരാധിക്കുന്നത്. ദുർഗാദേവിയുടെ ഏറ്റവും ഉഗ്രമായ രൂപങ്ങളിൽ ഒന്നാണിത്.
സിംഹമാണ് വാഹനം. 7-ാമത്തെ ദിവസം കാളരാത്രിയാണ്. ദുർഗയുടെ ഏറ്റവും ഉഗ്രമായ രൂപം തന്നെയാണിത്. കഴുതയാണ് ദേവിയുടെ ഇതിലെ വാഹനം. ദുഷ്ടതയെല്ലാം നിഗ്രഹിക്കുന്ന രൂപമാണിത്. 8-ാമത്തെ ദിവസം മഹാഗൗരിയായാണ്. ഇതിനെ പിന്നിൽ ഒരു കേൾവിയിൽ നിന്ന് ലഭിച്ച ഒരു കഥയാണ് ഞാൻ പറയുന്നത്. ഇത് സത്യമാണോ എന്നറിയില്ല. വളരെയധികം ഘോരമായി തപസ്സിൽ ഉണ്ടായിരുന്ന പാർവതി ദേവി ധാരാളം വർഷങ്ങളോളം ആ തപസ് നീണ്ടു നിന്നു. അങ്ങനെ ദേഹത്താകെ പൊടിപടലങ്ങൾ പറ്റി ദേവിയുടെ നിറം വളരെയധികം മങ്ങിപ്പോയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം തപസ്സിൽ പ്രീതനായ മഹാദേവൻ വരുമ്പോൾ ദേവിയെ ജലം കൊണ്ട് അഭിഷേകം ചെയ്തു. അങ്ങനെ ദേവിയുടെ സുന്ദരമായ രൂപം തിരികെ ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് സൗന്ദര്യത്തിൻ്റെ ഒരു രൂപമായാണ് ഇതിനെ ആരാധിക്കുന്നത്. 9-ാമത്തെ ദിവസം അഥവാ അവസാനത്തെ ദിവസം സിദ്ധിരാത്രിയായാണ് ആഘോഷിക്കുന്നത്. എല്ലാത്തരം സിദ്ധികളും ലഭിക്കുന്ന ഒരു രാത്രിയാണ്. ഈ ദിവസങ്ങളിലാണ് പുസ്തക പൂജ എല്ലാം ഉള്ളത്. ഇതിൽ പറഞ്ഞതെല്ലാം എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതിൻ്റെ തിരുത്തലുകൾ കമൻറ്റിൽ ഇടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം.